അപ്പൊ ഈ മനുഷ്യജന്മമാണോ പരമോന്നതമായ ജന്മം? പരമോന്നത ജന്മം. മനുഷ്യജന്മം കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തേ ഇല്ല. അപ്പോൾ ഈ ഒരു മനുഷ്യൻ വീണ്ടും അടുത്ത മനുഷ്യനായി ജനിക്കണം? ഇല്ല, അവൻ അങ്ങ് എത്തിക്കഴിഞ്ഞു. ആ എനർജി പവർഫുൾ ആയിട്ട് പ്രകൃതി ദൈവത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ദൈവം പവർഫുൾ ആവും കുറച്ചുകൂടെ. കാര്യം എന്നോട് ദൈവം പറഞ്ഞത് 3 ലെവലിലാണ് നമ്മളെ കർമ്മദോഷം ബാലൻസ് ആകും. പണം നഷ്ടപ്പെട്ടു പോകും, മാനസിക പീഡനം, ശാരീരിക പീഡനം. നമസ്കാരം. അബാക് മീഡിയയിൽ ഇന്ന് അതിഥി സുജോ രാജനാണ്. അദ്ദേഹം ഒരുപാട് തവണ അബാക് മീഡിയയിൽ വന്നു പോയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ തമ്മിൽ ആദ്യമായി കാണുകയാണ്. നമസ്കാരം ചേട്ടാ. നമസ്കാരം ചേട്ടാ. ഇപ്പോൾ ചാനലിൽ കുറേയധികം ഇൻ്റർവ്യൂകൾ പോയി, അങ്ങയുടെ യൂട്യൂബ് ചാനലിലും ഒരുപാട് വീഡിയോകൾ അങ്ങ് ചെയ്തു വരുന്നുണ്ട്. പൊതുവിലും കേൾക്കുന്നൊരു പരാതിയാണ് ആത്മീയതയുടെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകൾ, പരിഹാരക്രിയകൾ, ഹീലിങ്ങുകൾ. സത്യത്തിൽ ഈ കർമ്മദോഷം എന്നൊന്നുണ്ടെങ്കിൽ ഈ തട്ടിപ്പുകൾ നടത്തുന്നവനോ അല്ലെങ്കിൽ അവരുടെ തലമുറയോ ഇത് അനുഭവിക്കേണ്ടതല്ലേ? അനുഭവിക്കേണ്ടതാണ്. കർമ്മദോഷം അനുഭവിച്ചേ തീരുള്ളൂ. അപ്പം അതിനു വേണ്ടി പ്രകൃതി അല്ലെ ദൈവം തന്നെ അനുഭവിപ്പിക്കാനായി കുറേ ആൾക്കാരെ വെച്ചിട്ടുണ്ട്. അപ്പം ഇവർ ഈ തട്ടിപ്പെന്ന് പറഞ്ഞ് കൊണ്ട് കാശ് കളയുന്നതല്ല, ഒരു വശത്ത് കർമ്മദോഷം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ബോധം വരുന്നത് വരെ ഈ മേഖലയിലൂടെ കർമ്മദോഷം ബാലൻസ് ആവും. ഇപ്പോൾ 2 ലക്ഷം 3 ലക്ഷം വരെ ഓരോ പൂജയ്ക്കെന്നും പറഞ്ഞ് കാശ് കളഞ്ഞ് ഒരു ഉപയോഗം ഇല്ലാതായി പോയി കരഞ്ഞും കൊണ്ടൊക്കെ എന്നെ ചിലർ വിളിക്കും. ഞാൻ പറയുന്നത് വെച്ചാൽ കർമ്മദോഷം തീർന്നു, അവനുള്ള ശിക്ഷ ദൈവം വേറെ കൊടുത്തുള്ളൂ, അത് വേറെ ലെവല്. പക്ഷേ നിങ്ങളെ ദൈവത്തിന് ആവശ്യമുള്ളത് കൊണ്ടും നിങ്ങളുടെ ആത്മാവിനെ ദൈവം വെച്ചിരിക്കുന്ന ആ പോസിറ്റീവിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹമുള്ളത് കൊണ്ടുമാണ് നിങ്ങളുടെ കർമ്മദോഷം ഈ ലെവലിൽ തീർന്നത് എന്ന് വിചാരിക്കുക. ഇപ്പോൾ അറിവ് കിട്ടിയല്ലോ, ഇനി കൊണ്ട് കളയാതിരിക്കാൻ നോക്കുക. അപ്പോൾ പോയ പൈസ കർമ്മദോഷം എവിടെയോ എന്തോ കർമ്മത്തിൻ്റെ ഫലം കാശ് കൊടുത്ത് കളയുന്നു. കാര്യം എന്നോട് ദൈവം പറഞ്ഞത് 3 ലെവലിലാണ് നമ്മളെ കർമ്മദോഷം ബാലൻസ് ആവണത്. ഒന്ന്, പണം നഷ്ടപ്പെട്ടു പോകും. പിന്നെ മാനസിക പീഡനം. ഇപ്പോൾ വീട്ടിൽ കിടന്ന വഴക്ക്, തർക്കം, ബഹളം, ടെൻഷൻ അടിച്ച് ഉറക്കമില്ലായ്മ, ഇത് ഒരു വശം. അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് ശാരീരിക പീഡനം, ശരീരവേദന. ഈ 3 രീതിയിലാണ് ഈ കർമ്മഫലത്തെ പ്രകൃതി ബാലൻസ് ചെയ്യണത്. അതും നിങ്ങൾ ശ്രദ്ധിക്കണം. പോസിറ്റീവിലേക്ക് പോകേണ്ടവർക്കേ കർമ്മഫലം അനുഭവിക്കേണ്ട ആവശ്യമുള്ളൂ. നെഗറ്റീവിലേക്ക് പോകേണ്ടവർക്ക് വിഷയമില്ല. ഈ നെഗറ്റീവിലേക്ക് പോകേണ്ടെന്ന് ഉദ്ദേശിക്കുന്നത് ദൈവത്തിൽ തന്നെ പോസിറ്റീവ് വിഭാഗങ്ങളുണ്ട്, നെഗറ്റീവ് വിഭാഗങ്ങളുണ്ട്. ഹൈ പോസിറ്റീവ് മുതൽ ഇനി ലോ മ്ലേച്ഛ നെഗറ്റീവ് വരെ ഈ പ്രകൃതിയിലുണ്ട്. ഓക്കെ, ഇതെല്ലാം പ്രകൃതിയുടെ ഓരോ തലങ്ങളാണ്. അവ ഹൈ തലത്തിൽ പോകേണ്ടവർക്ക് ഭൂമിയിൽ അത്ര കണ്ട് അവരെ ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കും. ചെറിയ മൈന്യൂട്ട് തെറ്റിന് വരെ, അതാണ് ചിലർ ഉറുമ്പിനെ പോലും അറിയാതെ ചവിട്ടരുത് കൊല്ലരുത് പറയുന്നത്, അതിന് വരെ അവരെ ബാലൻസ് ചെയ്യെങ്കിലേ അവരെ ഹൈ തലത്തിൽ പോകാൻ പറ്റുള്ളൂ. കുറച്ചും കൂടെ ലോ തലത്തിലുള്ളവർക്ക് അത്ര സ്ട്രിക്റ്റ് അല്ല. അങ്ങനെ പല തട്ടുകളാണ്. അപ്പോൾ ഏറ്റവും ലോയിൽ പോകേണ്ടവൻ അങ്ങനെ തന്നെ ജീവിച്ച് ആ ആത്മാവായ ആ ലോയിൽ തന്നെ പോയിരിക്കും. അല്ല, അങ്ങനെയുള്ള ആൾ ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടി വരില്ലേ ഈ ലോയിലേക്ക് പോകേണ്ടത്? ലോയിലേക്ക് പോകേണ്ടവർക്ക് അങ്ങനെ തന്നെ ചെയ്യണം. അവരുടെ ഡ്യൂട്ടി അതാണ്. ആ ആത്മാക്കൾ അങ്ങനെ ദൈവം വെച്ചേക്കുന്നതാണ്. അവർക്ക് അവർ പോസിറ്റീവ് ആകാൻ പറ്റില്ല. അവർക്ക് ഈ ദൈവഭക്തി വേറെ ലെവലിലായിരിക്കും. അത് ലോ സെക്ഷൻ, നെഗറ്റീവ് സെക്ഷൻ എന്ന് പറയും. അവർക്ക് നന്നാവാൻ പറ്റൂല. ഇവരെന്തിനു വെച്ചിരിക്കുന്നത് വെച്ചാൽ പോസിറ്റീവായ ആകാൻ വേണ്ട ആത്മാക്കൾക്കുള്ള പരീക്ഷണം കൂടിയാണ് ഈ ലോ. അപ്പോൾ ഇവർക്ക് ഈ ലോയിൽ ജീവിക്കുമ്പം അവിടെ തെറ്റായ രീതിയിൽ ജീവിച്ചാൽ പോലും ഉയർച്ചയുണ്ട്, വളർച്ചയുണ്ട്. അപ്പോൾ ഇത് കണ്ട് പോസിറ്റീവിലുള്ളവർ തെറ്റാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇവരെ ഒരു പരീക്ഷണം പോലും വെച്ചേക്കുന്നതാണ്. ഇവരും ഇവിടെ ഉണ്ട്. അല്ല, അതുകൊണ്ട് അവർക്ക് എന്താ ഗുണം? ആർക്ക്? ഈ പോസിറ്റീവിലേക്ക് പോകാൻ വെച്ചിട്ടിരിക്കുന്നവർക്ക് ഫലങ്ങൾ അനുഭവിച്ച് ഇവര് ശുദ്ധീകരിക്കും. അപ്പൊ എന്റെ ശുദ്ധീകരണ പ്രക്രിയയാണെങ്കിലും ഈ ജന്മത്തില് മനുഷ്യരൂപം എടുത്തിരിക്കുന്ന ഈ ജന്മത്തില് ദൈവം മുഴുവൻ അനുഭവങ്ങൾ ഇവർക്ക് കൊടുക്കുകയാണ്. ആർക്ക് മുഴുവൻ അനുഭവം അങ്ങനെ കൊടുക്കും? ഐ മീൻ ഈ കർമ്മദോഷങ്ങൾ മൊത്തം അനുഭവിച്ചു. അല്ലല്ല, പല ജന്മങ്ങളിലല്ലേ കർമ്മദോഷം തീരണത്. ഇപ്പൊ ഒരു മനുഷ്യജന്മം, ഫസ്റ്റ് വരുന്ന മനുഷ്യജന്മം എന്ന് പറയുന്നത് അവൻ നിരീശ്വരവാദിയായിരിക്കും. അവന് ദൈവ ഒന്നുമില്ല, ആത്മീയ അനുഭവങ്ങളില്ല. ഇപ്പം നിങ്ങളൊക്കെ അനുഭവപ്പെടുന്ന പോലെ യാതൊരു അനുഭവം കാണില്ല. അവർ യാതൊരു ദൈവം ഒന്നുമില്ല എന്നും പറഞ്ഞ് അവർ സ്വതന്ത്രമായി ജീവിക്കും. അവരെ ദൈവം ഒരു കൊച്ചു കുട്ടിയായി കണക്കാക്കിയിട്ട് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് അവരുടെ ജനിക്കുമ്പോൾ തന്നെ അവരുടെ കഴിഞ്ഞ ജന്മങ്ങളിലൂടെ, മൃഗങ്ങളിലൂടെയും പക്ഷികളിലൂടെയൊക്കെ പഠിച്ച അടിസ്ഥാന തത്വങ്ങളുണ്ട്. നേരെ നിറയും, സത്യസന്ധത, മക്കളെ നോക്കേണ്ട. ഇത് മാത്രമേ ഒരു ആദ്യം വരുന്ന മനുഷ്യജന്മത്തിൽ അവൻ്റെ ഉള്ളിൽ ഒരു നീതിന്യായം കാണുള്ളൂ. അതിനപ്പുറത്തോട്ട് ഒരു ആത്മീയ വളർച്ച ഒന്നുമില്ല. ഇത് വെച്ച് ഇവൻ എങ്ങനെ ജീവിക്കുന്നു, അതാണ് അവൻ്റെ ആദ്യത്തെ പരീക്ഷണം. അതിൽ തെറ്റുമ്പോഴാണ് 2ാം ജന്മം മുതലാണ് ഈ കർമ്മഫലം കഴിഞ്ഞ ജന്മത്തിൻ്റെ ബാക്കിയായി അനുഭവിച്ച് വരും. അപ്പോൾ അതിൽ പിന്നെയും തെറ്റും. അങ്ങനെ അനേക ജന്മങ്ങളിലൂടെയാണ് ആത്മീയ ലെവലിലേക്ക് ഒരാൾ തുടങ്ങണത്. എനിക്ക് സംശയമുണ്ട്.
ഈ ആദ്യ ജന്മം എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള എന്താ, നമ്മളെല്ലാവരും ഇത് സയൻസുമായിട്ട് കണക്ട് ചെയ്യുന്ന എനർജി നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല, ഇതൊരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ സയൻസിൽ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യ ജന്മം എന്നങ്ങ് പറഞ്ഞു, ആ ആദ്യ ജന്മത്തിൽ ഉണ്ടാകുന്ന എനർജി എവിടെ നിന്നുണ്ടാകുന്നതാണ്? ഈ ആദ്യ ജന്മം എന്ന് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഒരു അണുവായിട്ട് തുടങ്ങുന്നത് ദൈവത്തിൽ നിന്ന് വരും. ഇപ്പം നമ്മളൊരു മരം, നമ്മൾ ഫസ്റ്റ് ആ മരത്തിൽ നിന്ന് ആയിരക്കണക്കിന് മാങ്ങ നമ്മൾ എടുക്കുകയാണ്. ആ മരത്തിൻ്റെ ആദ്യം എവിടെ നിന്ന് വരുന്നു? ഒറ്റ പാണ്ടി, ഒരൊറ്റ വിത്തിൽ നിന്നല്ലേ വരണത്. ഈ വിത്ത് എവിടെ നിന്ന് വരുന്നു? ദൈവത്തിൽ നിന്ന് ഒരു വിത്തെടുക്കും, ഒരു ചെറിയ മനസ്സിൻ്റെ ഒരു അംശം എടുക്കും, എന്നിട്ട് ആ ദൈവത്തിൻ്റെ ശക്തി ഉണ്ടല്ലോ, അതിൽ നിന്നൊരു ആ മനസ്സിൻ്റെ അംശം ഒരു ചെറിയൊരു വിത്ത് പോലെ എടുത്തൊരു അണുവിലിടും. ആ അണുവിലിട്ടാണ് ആ മനസ്സിനെയാണ് വളർത്തി കൊണ്ടുവരുന്നത്. ആ അണുവിലിട്ട മനസ്സിനെ വളർത്തും. അത് കുറച്ച് വളരുമ്പോൾ അണുവിൽ നിന്ന് കുറച്ചുകൂടെ വലുതിൽ വരും. ഈ എനർജി പാസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഈ കുറച്ചുകൂടെ വലുതി പോകുമ്പോൾ അണുവിൽ നിന്ന് പഠിച്ച മനസ്സ് അടുത്തേൽ കാണും, അതിൻ്റെ അടുത്തേക്ക് കാണും. ഇങ്ങനെ വന്നാണ് അവസാനം മനുഷ്യനിലേക്ക് ഇട്ടിട്ട് സ്വതന്ത്രമാക്കി വിടും. മറ്റവർക്കൊന്നും സ്വതന്ത്രമല്ല. എല്ലാ മനുഷ്യന്റെയും ആദ്യത്തെ ജന്മം അണുവായിരിക്കും. ആദ്യ ജന്മം അണുവായിരിക്കും. അണുവിൽ നിന്ന് ജനിക്കാത്ത ഒരു മനുഷ്യന് ഭൂമിയിലില്ല. അവൻ പട്ടിയായിരിക്കാം, പൂച്ചയായിരിക്കാം, ആനയായിരിക്കാം, പക്ഷി, മൃഗം, മീൻ ഒക്കെ പഠിക്കും. ആ വാസനകളാണ് അവൻ്റെ അകത്ത് കിടന്നുകൊണ്ട് ഇങ്ങനെ തുളുമ്പണം. ഈ കൊല്ലപ്പെട്ട മനുഷ്യരുടെ ആത്മാക്കൾ പ്രേതങ്ങൾ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു, അല്ലെങ്കിൽ അവിടെ ഉപദ്രവിക്കുന്നു, കണ്ടു എന്നൊക്കെ പലരും പറയാറുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ അലക്സാണ്ടർ ജേക്കബ് സാറിന്റെ ഇന്റർവ്യൂ ഭയങ്കര വൈറലായി വിവാദമായി ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇന്റർവ്യൂ. അപ്പോ സ്വാഭാവികമായിട്ടും എന്റെ സംശയം, ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ആത്മാവ് പ്രേതം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മൃഗങ്ങൾ സ്വതന്ത്രരല്ല. അവർക്ക് ശിക്ഷ അങ്ങനെ ഇല്ല. അവർക്ക് ജീവിച്ചിരിക്കുക മാത്രമേ ഉള്ളൂ ശിക്ഷ. മരിച്ചതിന് ശേഷം അവര് മനുഷ്യ ആത്മാവിന് മാത്രമാണ് സ്വതന്ത്ര മനസ്സുള്ളത്. അതെ, ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന് മുന്നിൽ സർവ്വചരാചരങ്ങളും ഒന്നല്ല. അതങ്ങനെ ഒന്നാവും? ഒരു ചെറിയൊരു പാണ്ടിയും ഒരു മാവ് ഒന്നാണെന്ന് അങ്ങനെ പറയാൻ പറ്റും? ഒന്നല്ല, ഒരു ഫോമിലുള്ള സാധനങ്ങളാണെന്നേ ഉള്ളൂ. അതിൽ വ്യത്യാസം. ദൈവത്തിന് മുന്നിൽ ആ പാർഷ്വാലിറ്റി ഉണ്ടോ? മനുഷ്യനൊരു ഇമ്പോർട്ടൻസ്. പിന്നെ ദൈവത്തിന്റെ മുന്നിൽ ഇപ്പൊ ഒരു മനുഷ്യന് 7 ചക്രാസ്, 7 ഊർജ്ജ കേന്ദ്രങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട അനേക ഊർജ്ജ കേന്ദ്രങ്ങളുണ്ട്. മൃഗങ്ങളിൽ അത്ര ഊർജ്ജ കേന്ദ്രം ഇല്ല, അതിന്റെ ആവശ്യം വരുന്നില്ല, ഒരു അണുവിൽ ഒട്ടും വേണ്ട. അപ്പൊ മൃഗങ്ങൾ കൊല്ലപ്പെട്ട ആത്മാവില്ല. മൃഗങ്ങൾ കൊല്ലപ്പെട്ട ആത്മാവായിട്ട് വരണമെങ്കിൽ ആ ഒരു ലെവലിലുള്ള ചില മൃഗങ്ങൾ, അതായത് സ്വതന്ത്ര മനസ്സ് ആയി വരുന്ന മൃഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് പട്ടി, പൂച്ച, ഇതൊക്കെ സ്വതന്ത്ര മനസ്സിന്റെ തൊട്ട് മുമ്പുള്ള സ്റ്റേജാണ്. അതുകൊണ്ടാണ് നമ്മളവരെ സ്വതന്ത്രമായിട്ട് വളർത്തുന്നത്. അവർ സ്വന്തമായി പ്രാക്ടിക്കലായിട്ടൊക്കെ ചിന്തിച്ച് ചെയ്യുന്ന മനസ്സ് എത്തിയതിന് ശേഷമാണ് അടുത്ത മനുഷ്യജന്മം പറഞ്ഞത്. അപ്പോൾ ആ സ്വതന്ത്രമായി വരുന്ന മനസ്സിൽ വരുന്ന ജീവജാലങ്ങൾക്ക് ആത്മാവായിട്ട് ചില സമയത്ത് വരും. അത് വരണമെന്ന് വെച്ചാൽ മെയിനായിട്ട് ചിന്തിക്കേണ്ടത്, ഈ ആത്മാവ് ആയിട്ട് വരുന്നതായിട്ട് പല നെഗറ്റീവ് ശക്തികൾ വരും മനുഷ്യനെ പറ്റിക്കാൻ. ഇപ്പോൾ ഒരു പട്ടി ചത്ത്, ആ പട്ടിയുടെ ആത്മാവായിട്ട് വരുന്നത് ഈ പട്ടിയുടെ ആത്മാവായിരിക്കില്ല. ഈ ആത്മാവാണ് ഞാൻ എന്ന രീതിയിൽ ഈ കറങ്ങി കിടക്കുന്ന ഒരുപാട് അദൃശക്തികളുണ്ട്. ഏതെങ്കിലും ഒന്ന് ഈ മുതലാളിയോ ഈ വ്യക്തികളെയോ പറ്റിക്കാൻ വരണതും വരാം. അപ്പോൾ ഈ മൃഗത്തിന്റെ ആത്മാവ് അലഞ്ഞിട്ട് അതിൻ്റെ ഉപയോഗമില്ല, അതിന് വരുന്നില്ല. അതിന് അപൂർവം ചില ആത്മാക്കൾ, അതും പറയുന്നതെന്ന് വെച്ചാൽ മനുഷ്യജന്മം എടുക്കുന്ന ചില ആൾക്കാരുണ്ട്. നമ്മൾ മനുഷ്യജന്മം എടുക്കും. മനുഷ്യജന്മത്തിൽ നമ്മൾ തെറ്റിയാൽ നമ്മളെ ഡീപ്രമോഷൻ വരും, വീണ്ടും പുറകോട്ടിട്ട് ജനിപ്പിക്കും. അതായത് നിന്നിലുണ്ടായിരുന്ന ഈ വാസന, നീ പഠിച്ചത് മനുഷ്യജന്മത്തിൽ നീ അതുപോലെ നേരെ പാലിക്കുന്നില്ല, ഒരു കാര്യം ചെയ്യ്, നേരെ പുറകോട്ട് പോയി മൃഗത്തിൽ നിന്ന് ഇനി അത് പഠിച്ചിട്ട് വാന്ന് പറയും. അപ്പോൾ ഈ മനുഷ്യജന്മമാണോ പരമോന്നതമായ ജന്മം? പരമോന്നത ജന്മം. മനുഷ്യജന്മം കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തേ ഇല്ല. അപ്പോൾ ഈ ഒരു മനുഷ്യൻ വീണ്ടും അടുത്ത മനുഷ്യനായിരിക്കണം? ഇല്ല, അവൻ അങ്ങ് എത്തിക്കഴിഞ്ഞു. ആ എനർജി പവർഫുൾ ആയിട്ട് പ്രകൃതി ദൈവത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ദൈവം പവർഫുൾ ആവും കുറച്ചുകൂടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്നിട്ട് അവിടെ നിന്ന് അടുത്തൊരു വേറൊരു വിത്ത് എടുക്കും, ഇതിൽ അടുത്തൊരു വിത്ത് അടുത്തെടുക്കും, വിത്തെടുത്ത് അടുത്ത അണുവിലിട്ട് അടുത്ത തുടങ്ങും. യവൻ ഇത്രയായി, അതിൽ നിന്നൊരു ശകലം എടുക്കും. അപ്പൊ എങ്ങനെയാണ് ചില കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അമേരിക്കയിൽ ഒരാൾ മരിച്ച ദിവസം ജപ്പാനിൽ ഒരാൾ ജനിച്ചു, ഇയാളുടെ പുനർജന്മമാണ് അത് പുനർജന്മം. അത് മോക്ഷം കിട്ടാത്തതാണ്, ദൈവത്തിലേക്ക് എത്തിയില്ല. ബാക്കി പഠിക്കാനായിട്ട് അടുത്ത ജന്മം വരും, അടുത്ത ജന്മത്തിൽ വരും. ബാക്കി പഠിക്കാൻ വേണ്ടി ഇനി പഠിച്ചു തീർന്നില്ല, അതിനുമ്പേ പുള്ളി മരിച്ചല്ലോ. ഈ ജന്മം ഇല്ലാതെ വരുന്നത് 30-ലധികം ജന്മങ്ങൾ കണ്ടെത്തിയ ആളുകളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. 30 അതിൽ കൂടുതൽ പോവും. യവൻ എന്ന് ദൈവം സൃഷ്ടാവാൻ ദൈവത്തെ എന്ന് തിരിച്ചറിയോ, അല്ലെങ്കിൽ യവന്റെ ആ ആത്മാവിന്റെ ആ ലെവലിൽ ഇവൻ എന്ന് എത്തുവോ, അത്രയും നാളും തെറ്റിയും പഠിപ്പിച്ചു ഇവിടെ കിടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കും. അല്ല, അങ്ങനെയാണെങ്കിൽ ചില മഹാന്മാരുടെ, നമ്മള് വലിയ ഋഷീശ്വരന്മാരായി കണ്ടിട്ടുള്ള ആളുകൾ വീണ്ടും പുനർജനിച്ചു എന്ന് പറയാറുണ്ട്. അവരും പെർഫെക്റ്റ് ആയിരുന്നില്ല. ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുള്ളത്, അപ്പം എനിക്ക് പറഞ്ഞു തരുന്നത്, പുനർജന്മം എന്ന് പറയുന്ന പ്രക്രിയ അത് ദൈവത്തിന്റെ കയ്യിലെ പ്ലാനാണത്. ഇപ്പോൾ ഒരു ആത്മാവ് അതൊരു മനസ്സാണ്, മനസ്സായിട്ട് എനർജിയാണ് ഞാൻ പറയുന്നത്. ആത്മാവ് എന്ന് പറഞ്ഞൊരു എനർജിയാണ്, പക്ഷെ അതിന് വികാര വിചാരങ്ങളെല്ലാം ഉണ്ട്. ഇതങ്ങ് ദൈവത്തിലേക്ക് എത്തുമ്പം ഈ വികാര വിചാരങ്ങളുടെ ഹൈ അൾട്ടിമേറ്റാണ് നമ്മൾ പ്രകൃതിയിലെ ദൈവം എന്ന് പറയുന്നത്.
ആ മനസ്സ്. ഈ മനസ്സ് ആ മനസ്സിലോട്ടങ്ങ് ചേരുകയാണ്. ഇനി ആ പ്രകൃതി വിചാരിക്കുകയാണ് ഇതേ മനസ്സ് ഭൂമിയിൽ വന്ന് ചില കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിച്ചാൽ ആ കയറിയിടത്ത് നിന്നും അതേ മനസ്സിനെ വീണ്ടും അയക്കുമ്പോഴാണ് അവതാരം ആയിട്ട് ആ പുള്ളി പിന്നെ വരണത്. പുള്ളി ആൾറെഡി എത്തിയതാണ്. പക്ഷേ ആ പ്രകൃതിക്ക് മനസ്സിലായി ഈ മനസ്സ് ജയിച്ച് വന്ന മനസ്സ് ഇനി ഭൂമിയിൽ അയച്ചാൽ ഈ ഞാൻ പറഞ്ഞ വേറെ നെഗറ്റീവുകൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ മനുഷ്യർ, ഇവൻ വഴി തെറ്റില്ല. പരീക്ഷണങ്ങൾ പാസ്സായ ആളാണല്ലോ, അപ്പോൾ തിരിച്ചയക്കും. അത് പ്രകൃതിയുടെ ഇഷ്ടമാണത്. ഈ മോക്ഷം എന്ന് പറഞ്ഞ് എത്തിയിട്ട് പിന്നെ തിരിച്ചു വരണോ വേണ്ടയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. അല്ലാതെ നമ്മൾ ഈ പറയുന്ന മോക്ഷം അങ്ങ് എത്തി എന്ന് പറഞ്ഞാൽ അത് സാധാരണക്കാർക്കാണ്. അത് ജന്മമോക്ഷമുണ്ട്. ഓരോ ജന്മത്തിലും ചെയ്യേണ്ട കാര്യങ്ങൾ പൂർത്തീകരിച്ച് വയസ്സായി സുഖമരണം സംഭവിച്ച് പോകുന്നത് ജന്മമോക്ഷം. അല്ലെങ്കിൽ ദുർമരണമാണ്. വിവേകാനന്ദനാണെങ്കിൽ പോലും ദുർമരണമാണ്, പൂർത്തീകരിച്ചിട്ടില്ല. രോഗങ്ങളും വിഷയങ്ങളും വന്നതെന്ന് വെച്ചാൽ ആ ദൈവം ഏൽപ്പിച്ച ജോലിയിൽ നെഗറ്റീവ് ശക്തികൾ തടസ്സം ഉണ്ടാക്കി അവരെ പകുതി വെച്ച് ബ്ലോക്കാക്കി കളഞ്ഞതാണത്. അപ്പോൾ അവർ വരേണ്ടി വരും. അവരുടെ ആത്മാവ് ജോലിയിൽ പൂർത്തീകരിച്ചിട്ടില്ല, അവരുടെ ആഗ്രഹങ്ങൾ ക്ലിയർ ആയിട്ടില്ല. ഇപ്പോൾ ശ്രീനാരായണ ഗുരു വരെ ആഗ്രഹം പൂർത്തീകരിച്ചിട്ടില്ല. അവസാനം നാരായണ ഗുരുവിൻ്റെ ആ ഒരു പ്രതീക്ഷയിൽ നിന്ന് വിപരീതമായി ജനങ്ങൾ കാണിക്കുന്നത് കണ്ട് കരഞ്ഞ് ഹൃദയം പൊട്ടിയാണ് പുള്ളി ലാസ്റ്റ് മരിക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ ആഗ്രഹത്തിന് ഈ ആത്മാവ് തിരിച്ചു വരും, വന്നേ പറ്റൂ. വന്ന് ഈ എന്തിനാണ് ആ പുള്ളിയുടെ ആഗ്രഹം അത് കണ്ട് തൃപ്തി അടഞ്ഞേ പോകാൻ പറ്റുള്ളൂ. ഒരു ചെറിയ ആഗ്രഹം വെച്ച കിടന്നാൽ എങ്ങനെ മോക്ഷം കിട്ടും? അപ്പോൾ വിവേകാനന്ദനും ശ്രീനാരായണ വരും, എല്ലാവരും വരും. ഇല്ല, അതെങ്ങനെ അങ്ങനെ മോക്ഷം വരും? മോക്ഷം തന്നെ ഫുൾ ആഗ്രഹം തീർത്ത് അവരെ ജന്മ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് വയസ്സായി ദൈവമേ ഞാൻ ഇതാ വരുന്നു, തൃപ്തിയായി. ഈ മനുഷ്യ ജന്മങ്ങൾക്ക് മുമ്പ് നായായും നരിയായും മണുവായും ഒക്കെ പക്ഷിയായും കിളികളായും മനുഷ്യജന്മം കിട്ടിയിട്ടും ഇതൊക്കെ ആവേണ്ടി വരുമെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും പോകാം. അപ്പൊ കാരണം തെറ്റ് മനുഷ്യജന്മം കിട്ടി. ഇപ്പോൾ ഉദാഹരണത്തിന് കിളിയായി നിന്നും കൊണ്ട് കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത് ഇതെല്ലാം പഠിച്ചിട്ടാണ് ഒരു വ്യക്തി മനുഷ്യനാവണത്. യവൻ നേരെ മക്കളെ വളർത്തിയില്ലെങ്കിൽ അടുത്ത ഒരു കുട്ടിയായിട്ടോ അല്ലെ വേറെ ഒരു ജീവിയായിട്ടോ പക്ഷിയായിട്ടോ രണ്ടാമത് പോയി ഈ തെറ്റെല്ലാം തിരുത്തി ജീവിച്ച് കാണിക്കേണ്ടി വരും. ഇപ്പോഴും എന്റെ സംശയം തീരാതെ കിടക്കുന്ന ഒറ്റ പോയിന്റ് ചോദിച്ചോ. അപ്പോൾ മനുഷ്യന് മുമ്പ് ജനിച്ച ജന്മങ്ങൾ നേരത്തെ പറഞ്ഞോ നരനോ നായോ പക്ഷിയോ കിളിയോ പ്രാണിയോ എന്തോ ആയിക്കൊള്ളട്ടെ, ഇത് മരിച്ചു. ഇതിലെ എനർജി വേണമല്ലോ വീണ്ടും പുനർജനിച്ച അടുത്ത ജന്മം. പുനർജനിക്കേണ്ട ആവശ്യം വരുന്നില്ലെന്ന്. ആ എനർജി കഴിഞ്ഞ തൊട്ട് അടുത്ത ജന്മം കൊടുക്കുകയല്ലേ, കിട്ടുകയല്ലേ. ആ ജന്മം അടുത്ത ജന്മത്തിലോട്ട് അടുത്ത ജീവിയാവും. അങ്ങനെ മനുഷ്യന് തൊട്ട് മുമ്പ് ഏതെങ്കിലും ഒരു ജീവിയിൽ നിന്ന് മെയിനായിട്ട് വളർത്തുമൃഗങ്ങൾ, പശു, അത് മനുഷ്യനോട് ഇടപഴകി ജീവിച്ച് മനുഷ്യനെ കണ്ട് മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് പെരുമാറുന്ന ലെവലിൽ ഒരു അല്പ സ്വതന്ത്ര മനസ്സിൽ വരുന്ന ജീവികളാണ് പിന്നെ അടുത്ത മനുഷ്യജന്മത്തിലേക്ക് വരുന്നത്. മനുഷ്യജന്മത്തിനാണ് ശരിക്കും ഈ അലഞ്ഞു തിരിയലും ശിക്ഷയൊക്കെ വരുന്നത്. എന്റെ സംശയം, ഞാൻ എന്റെ പുനർജന്മം തേടി പോവാണ്. ഇപ്പൊ കഴിഞ്ഞ ജന്മം അങ്ങ് പറയുന്നു മനുഷ്യരുമായി ഒതുക്കമുള്ള ഒരു ജീവിയാണ് മനുഷ്യനായി പുനർജനിച്ചതെങ്കിൽ ഒരുപക്ഷെ എന്റെ കഴിഞ്ഞ മനുഷ്യജന്മം ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഒരു നായോ അല്ലെങ്കിൽ ഒരു പൂച്ചയോ ഒക്കെ ആകണ്ടേ? പുനർജന്മമാണല്ലോ. അപ്പൊ ആ എനർജി കൈമാറി വന്നതല്ലേ? ആ എനർജി കുറച്ച് ഡെവലപ്പ് ആവാൻ വേണ്ടി അടുത്തിൽ വന്നതാണ്. അപ്പൊ ആ എനർജി ഒരു നായ് മരിക്കുന്നു. എന്റെ പുനർജന്മത്തിൽ ഞാൻ നായാണെന്ന് വെക്കും, ആ നായ് മരിക്കുന്നു. അവിടെ നിന്ന് ഞാൻ ജനിക്കുന്ന സമയം വരെ ഈ എനർജി അന്തരീക്ഷത്തിൽ അല്ലല്ല, ആ എനർജി പോയിന്റ് അടുത്ത് പോകും. പോയിട്ടാണ് തിരിച്ചു വരുന്നത്. പോയിട്ട് ആ പ്ലാൻ ചെയ്യും, ഇതാണ് അടുത്ത ജനിക്കേണ്ടത്, ഇങ്ങനെയാണ് അങ്ങനെയാണ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഈ തിരിച്ചു വരണത്. ഈ മനുഷ്യൻ എന്തുകൊണ്ടാണ് ഈ മിമിക്രി എടുക്കുന്നത്? കഴിവൊന്നുമല്ല, അവന്റെ കഴിഞ്ഞ ജന്മത്തിലെ വാസന വായികളെ വരണതാണ്. പ്രാക്ടീസ് ചെയ്ത് പക്ഷിയായിട്ട് കിളിയായിട്ടൊക്കെ അവൻ വിളിക്കണ കൂവയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവനെല്ലാം വാസന നടപ്പുണ്ട്. ഇതുമായിട്ട് ചേരുമ്പോൾ പെട്ടെന്ന് അത് വരണതാണ്. 2 വയസ്സ് 3 വയസ്സുള്ള പിള്ളേർ അതിഭയങ്കരമായ ശാസ്ത്രീയ സംഗീതങ്ങൾ പാടുന്നു. പഠിച്ചവർ പറ്റുന്നില്ല. ആ വാസന ജസ്റ്റ് ഒന്ന് കേട്ടപ്പോൾ ഇനി പുറത്ത് വരണതാണത്. ഇങ്ങനെ എല്ലാം ഒരു മനുഷ്യന് പറ്റാത്ത എന്തുണ്ട്? എല്ലാം പഠിച്ച വാസനകളാണ്. വീണ്ടും അടുത്ത സംശയം, മനുഷ്യൻ മാത്രം മരണപ്പെട്ടാൽ അടുത്ത ജന്മത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് പുനർജന്മം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ ആത്മാക്കൾ ഇവിടെ കറങ്ങി, ആ കൺസെപ്റ്റിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ആത്മാക്കൾ എവിടെ കറങ്ങി നടക്കുന്നു? പലരും പറയാറുണ്ടല്ലോ ആത്മാവ് ദുരാത്മാവ് ഇവിടെ കറങ്ങി നടക്കും. അത് മനുഷ്യനല്ലേ കറങ്ങി നടക്കുന്നത്. മനുഷ്യന്റെ ആത്മാവിന് കൊടുക്കുന്ന ശിക്ഷ പോലെ വരുന്നതാണത്. അവൻ സ്വതന്ത്രനാണ്. മനുഷ്യജന്മം വിടുമ്പമാണ് മാത്രമേ സ്വതന്ത്രമുള്ളൂ. നീ ഇനി സ്വന്തമായി എല്ലാം A to Z സ്വതന്ത്രമായി കണ്ടുപിടിച്ച് ദൈവത്തെയും മറ്റു ശക്തികളെല്ലാം സ്വതന്ത്രമായി അന്വേഷിച്ച് ജയിച്ച് വരണം.